ഹലോ ഗായ്സ്, നമുക്കിന്ന് പുളിയഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ. മൺചട്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പുളിയഞ്ചി ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പുളിയഞ്ചി. ആദ്യം നമ്മൾ മൺചട്ടിയിൽ നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ഞാനാട്ടോ അരിഞ്ഞത് ഗൈസ്. പിന്നെ ചില നാട്ടിൽ പുളിയഞ്ചിക്ക് ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ എന്താണ് പുളിയഞ്ചിക്ക് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചതും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പുളി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു കുറുകിയ പരുവായി വരുമ്പോൾ അതിലേക്ക് ശർക്കര ആവശ്യത്തിന് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു കുറുകി വരുമല്ലോ, ശർക്കരയൊക്കെ അലിഞ്ഞ് സെറ്റായി കുറുകി വരുമ്പോൾ ഏകദേശം പുളിയഞ്ചി സെറ്റായിട്ടോ. അതിനുശേഷം നമ്മൾ വറവിടണം കേട്ടോ. ഇത് എന്നാലാണ് പൂർണ്ണമായി സെറ്റാവുള്ളൂ. അത് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്ന്, പിന്നെ ഉലുവപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വറവിട്ട ഈ സാധനം ഇത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പുളിയഞ്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുളിയഞ്ചി സെറ്റായിട്ടോ.